നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 23-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പുതിയ വോട്ടർ രജിസ്ട്രേഷനായുള്ള ഓൺലൈൻ ഫോം 6-ൽ മാതാപിതാക്കളുടെ SIR വിവരങ്ങൾ നിർബന്ധമാക്കിയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഭരണഘടനയിലോ 1980-ലെ ജനപ്രാതിനിധ്യ നിയമത്തിലോ യാതൊരു നിയമപരമായ അടിസ്ഥാനവുമില്ലാതെയും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താതെയുമാണ് കമ്മീഷൻ ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് എന്നതാണ് പ്രധാന ചൂണ്ടിക്കാണിക്കൽ. ഒരു പൗരന്റെ പൗരത്വവും വോട്ടവകാശവും മാതാപിതാക്കളുടെ വോട്ടർ പട്ടികയിലെ ചരിത്രത്തെ ആശ്രയിച്ചുള്ളത് ഒന്നല്ല എന്നിരിക്കെ SIR നടപടിയുടെ ഭാഗമായി വ്യാപകമായി വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതായും അർഹരായ പലരും പുറത്താക്കപ്പെടുന്നു എന്നുമുള്ള ഗുരുതരമായ ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് ഈ പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആദ്യമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെയും കുടിയേറ്റ തൊഴിലാളികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെയും കൂടുതൽ പ്രയാസത്തിലാക്കും. പൗരത്വ ഭേദഗതി നിയമം CAA, ദേശീയ പൗരത്വ രജിസ്റ്റർ NRC എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നടപടി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ നിയമവിരുദ്ധവും വിവേചനപരവുമായ ഈ നിബന്ധന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ പിൻവലിച്ച് സ്വാതന്ത്ര്യവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ NVSP അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി ഫോം 6 സമർപ്പിക്കുമ്പോൾ പുതിയ വോട്ടർമാരും നിലവിലെ വോട്ടർമാരും മാതാപിതാക്കളുടെ വോട്ടർ ID നമ്പർ, മുൻപത്തെ SIR വർഷം തുടങ്ങിയ വിവരങ്ങളും രേഖകളും നിർബന്ധമായും നൽകേണ്ടതുണ്ട്. ഇതിനായി ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ സംശയങ്ങൾക്ക് അടുത്തുള്ള ബൂത്ത് ലെവൽ ഓഫീസറെയോ താലൂക്ക് ഓഫീസറെയോ നേരിട്ട് സമീപിച്ച് സഹായം തേടുകയോ ചെയ്യാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ പെൺകുട്ടികളുടെ വിവാഹ ആവശ്യങ്ങൾക്കായി വിവിധ സർക്കാർ വകുപ്പുകളും കോർപ്പറേഷനുകളും ശ്രദ്ധേയമായ നിരവധി സാമ്പത്തിക സഹായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കോ അവരുടെ മക്കൾക്കോ വിവാഹ ധനസഹായമായി പരിണയം പദ്ധതിയിലൂടെ 50,000 രൂപ നൽകുന്നുണ്ട്. കൂടാതെ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന BPL കുടുംബങ്ങൾക്ക് ആശ്വാസമായി മുന്നോക്ക സമുദായ കോർപ്പറേഷൻ മാംഗല്യ സമുന്നതി പദ്ധതി വഴി 75,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകി വരുന്നു. പട്ടികജാതി വികസന കോർപ്പറേഷൻ മിശ്രവിവാഹിതരായ ദമ്പതികൾക്ക് നവജീവിതം ആരംഭിക്കുന്നതിനായി 75,000 രൂപയുടെ ഗ്രാന്റാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതിനു പുറമെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങൾക്ക് തങ്ങളുടെ മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്കായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സുമിത്രം വായ്പാ പദ്ധതിയുടെ വെറും 6% പലിശ നിരക്കിൽ 5 ലക്ഷം രൂപ വരെ ലളിതമായ വ്യവസ്ഥകളോടെ വായ്പയായി ലഭ്യമാകുന്നുണ്ട്. വനിതാ ശിശുവികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും ക്ഷേമം മുൻനിർത്തി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വിധവകൾക്കും നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയ വനിതകൾക്കും പുനർവിവാഹത്തിനായി വനിതാ ശിശുവികസന വകുപ്പിന്റെ മംഗല്യ പദ്ധതിയിലൂടെ 25,000 രൂപയുടെ സാമ്പത്തിക സഹായമാണ് അനുവദിക്കുന്നത്. കൂടാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിധവകളുടെ പെൺമക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വഴി 50,000 രൂപ വരെ ധനസഹായമായി നൽകുന്നുണ്ട്. പൊതുവിഭാഗത്തിൽപ്പെട്ട മിശ്രവിവാഹിതർക്ക് സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന 30,000 രൂപയുടെ ധനസഹായവും വിവിധ ക്ഷേമനിധി ബോർഡുകൾ തങ്ങളിലെ അംഗങ്ങൾക്കും അവരുടെ മക്കൾക്കുമായി നൽകി വരുന്ന പ്രത്യേക വിവാഹ ആനുകൂല്യങ്ങളും കേരളത്തിലെ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് മികച്ചൊരു അവസരമൊരുക്കുകയാണ് കുടുംബശ്രീ. കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ പുതിയ കോഴി വളർത്തൽ ഫാമുകൾ ആരംഭിക്കുന്നതിനായി ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പിലെ അംഗങ്ങൾക്കുമാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അവസരമുള്ളത്. ഒരു കോഴിക്ക് 1.2 ചതുരശ്ര അടി സ്ഥലം എന്ന കണക്കിൽ 1000 മുതൽ 10,000 വരെ കോഴികളെ വളർത്താൻ ശേഷിയുള്ള ഫാം സൗകര്യമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന കർഷകർക്ക് ഒരു ദിവസം പ്രായമായ കേരള ചിക്കൻ കോഴിക്കുഞ്ഞുങ്ങളെയും അവയ്ക്ക് ആവശ്യമായ തീറ്റയും കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നേരിട്ട് നൽകും. കോഴികൾ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ കമ്പനി തന്നെ അവയെ തിരികെ വാങ്ങി പണം നൽകുന്നതിനാൽ വിപണനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് www.keralachicken.org എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് അതത് ജില്ലകളിലെ കുടുംബശ്രീ മിഷൻ ഓഫീസുമായോ CDS ഓഫീസുമായോ ബന്ധപ്പെടുക. സംശയങ്ങൾക്ക് 0471244844 എന്ന ഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വരാനിരിക്കുന്ന ഓണം പ്രമാണിച്ച് റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ ജീവനക്കാർക്കും വലിയ സാമ്പത്തിക ആശ്വാസം പകരുന്ന പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്. ഏറ്റവും അർഹരായ മഞ്ഞ കാർഡ് ഉടമകൾക്ക് യാതൊരു ചെലവുമില്ലാതെ സൗജന്യ ഓണക്കിറ്റുകൾ നൽകാൻ 56 കോടി രൂപ വിനിയോഗിക്കുമ്പോൾ പിങ്ക് കാർഡുകാർക്ക് നിലവിലെ പ്രതിമാസ റേഷൻ വിഹിതം തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കും. കൂടാതെ സാധാരണക്കാരായ നീല വെള്ള കാർഡുടമകൾക്ക് കിലോയ്ക്ക് കേവലം 10.90 രൂപ നിരക്കിൽ 10 കിലോ സ്പെഷ്യൽ അരി നൽകാനും ഭക്ഷ്യവകുപ്പ് ആലോചിക്കുന്നുണ്ട്. പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിനായി ധനവകുപ്പ് അനുവദിച്ച് 200 കോടി രൂപ ഉപയോഗിച്ച് സപ്ലൈകോ വഴി വിപുലമായ ഓണച്ചന്തകൾ സംഘടിപ്പിക്കും. ഇതിലൂടെ മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെടെ എല്ലാവർക്കും 250 മുതൽ 300 രൂപ, 500, 1000 രൂപ എന്നീ വിലകളിൽ ആകർഷകമായ ഓഫറുകളോടെ 3 തരം പ്രീമിയം ഓണക്കിറ്റുകളും സബ്സിഡി സാധനങ്ങളും ലഭ്യമാകുന്നതാണ്. വിപണി ആനുകൂല്യങ്ങൾക്ക് പുറമെ ലോട്ടറി രംഗത്തും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളിലും വലിയ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തവണത്തെ ഓണ ബമ്പർ ലോട്ടറിയുടെ ടിക്കറ്റ് നിരക്കിൽ മാറ്റമില്ലെങ്കിലും ഒന്നാം സമ്മാനതുകയിൽ 5 കോടി രൂപയുടെ ഗണ്യമായ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പെൻഷൻകാരുടെയും ക്ഷേമം മുൻനിർത്തി ഉത്സവ ബത്ത, ഓണം ബോണസ്, കുടിശ്ശികയായ DA, DR ഗഡുക്കൾ എന്നിവയും വരും മാസങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിനായി സർക്കാർ ആസൂത്രണം ചെയ്ത കടമെടുപ്പ് നടപടികൾ ജൂലൈ 21 വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഔദ്യോഗിക വിതരണ ഉത്തരവ് വരുന്ന മണിക്കൂറുകളിൽ പുറത്തിറങ്ങുന്നതോടെ ജൂലൈ 23, 24, 25 തീയതികളിലായി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രതിമാസ തുകയായ 2000 രൂപ എത്തിത്തുടങ്ങും. നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 16-ലധികം വരുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി 1600 രൂപ മുതൽ 2000 രൂപ വരെ കൈപ്പറ്റുന്ന 14 ലക്ഷത്തിലധികം ആളുകൾക്ക് കുടിശ്ശികയോ തടസ്സങ്ങളോ കൂടാതെ തുടർന്നുള്ള മാസങ്ങളിലും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ 2026 ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികൾ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ആരംഭിച്ചിട്ടുണ്ട്. 2025 ഡിസംബർ 31 മുൻപ് അപേക്ഷ സമർപ്പിച്ച് അംഗീകാരം നേടിയ മുഴുവൻ ആളുകളും സെപ്റ്റംബർ 30 എന്ന അവസാന തീയതിക്കുള്ളിൽ 30 രൂപ ഫീസും ആധാർ കാർഡുമായി എത്തി ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. എന്നാൽ 2026 ജനുവരി 1 ശേഷം കൃത്യമായി അംശാദായം അടച്ച് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് നിലവിൽ മസ്റ്ററിംഗിൽ ഇളവ് നൽകിയിട്ടുണ്ട്. തിരക്ക് ഒഴിവാക്കാനായി അക്ഷയ കേന്ദ്രങ്ങളുമായി ഫോൺ വഴി മുൻകൂട്ടി ബന്ധപ്പെട്ട് സമയം ഉറപ്പാക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് സൗകര്യപ്രദമായിരിക്കും. കൂടാതെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം നേരിട്ടെത്താൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾക്കായി വാർഡ് മെമ്പർമാർ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 50 രൂപ നിരക്കിൽ അക്ഷയ പ്രതിനിധികളെ വീട്ടിലെത്തിച്ച് മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള ഹോം മസ്റ്ററിംഗ് സൗകര്യവും ഭരണകൂടം സജ്ജമാക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് തുടരുന്നു. 2026 ജൂലൈ 22 ബുധനാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 210 രൂപ കൂടി 13,430 രൂപയും പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.